അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 7ാം ക്ലാസ് ഫിഖ്ഹ് 4ാം പാഠം അസ്സകാത്തു. സക്കാത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. പാഠഭാഗം നമുക്ക് ആദ്യം നോക്കാം. സക്കാത്ത് 2 ഇനമാണ്: സക്കാത്തുൽ ബദൻ, സക്കാത്തുൽ മാൽ. ഹിജ്റ 2ാം വർഷത്തിലാണ് അവ നിർബന്ധമാക്കപ്പെട്ടത്. ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫർളാകുന്നു സക്കാത്ത്. പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് നൽകാനുള്ള ആജ്ഞകൾ നിരവധി സ്ഥലത്ത് വന്നിട്ടുണ്ട്. സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ്. മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ്. 8 ഇനം സമ്പത്തിലും കച്ചവടച്ചരക്കിലും മാത്രമാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. സ്വർണം, വെള്ളി, സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, കാരക്ക, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയാണ് അവ. നോട്ട്, റിയാല്, ഡോളർ മുതലായവക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു. ധാന്യം, പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും 1 വർഷം പൂർത്തിയാവലും സക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ്. ധാന്യത്തിലും കാരക്ക, മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല. സ്വർണത്തിൻ്റെ കണക്ക് 20 മിസ്കാൽ അഥവാ 85 ഗ്രാം ആകുന്നു. വെള്ളിയുടെ കണക്ക് 200 ദിർഹം അഥവാ 595 ഗ്രാം. നോട്ട് മുതലായവയുടെ നിസാബ് നിശ്ചിത കണക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വിലയാണ്. ഇവകളിൽ 2.5% സക്കാത്തായി നൽകണം. ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ സക്കാത്ത് വാജിബില്ല. കച്ചവടച്ചരക്കുകളുടെ വില കൊല്ലാവസാനത്തിൽ കണക്ക് പൂർത്തിയായതാണെങ്കിൽ വിലയുടെ 2.5% സക്കാത്തായി നൽകണം. ധാന്യങ്ങളുടെയും കാരക്ക, മുന്തിരി എന്നിവയുടെയും കണക്ക് 5 ഔസുക്ക് അഥവാ 960 ലിറ്റർ ആകുന്നു. എന്നാൽ നെല്ല് പോലെയുള്ളവ 10 ഔസക്ക് ഉണ്ടായിരിക്കണം. ഇവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20-ൽ 1 അല്ലെങ്കിൽ 10-ൽ 1 സക്കാത്തായി കൊടുക്കണം. ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് 5 ആകുന്നു. അതിൽ 1 ആട് കൊടുക്കൽ വാജിബാണ്. പശുവിൻ്റെ കുറഞ്ഞ കണക്ക് 30 ആകുന്നു. അതിൽ 1 വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം. 1 വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം. ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് 40 ആണ്. അതിൽ 1 ആടാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പഠന പ്രവർത്തനങ്ങളിൽ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം. സക്കാത്ത് വാജിബായ വർഷം ഏത്? ഉത്തരം ഹിജ്റ 2ാം വർഷം. ചോദ്യം 2. സക്കാത്ത് എത്ര ഇനമാണ്? ഉത്തരം 2 ഇനമാണ്: സക്കാത്തുൽ ബദൻ, സക്കാത്തുൽ മാൽ. ചോദ്യം 3. സക്കാത്ത് വാജിബാണ് ആർക്ക്? ഉത്തരം സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ്. ചോദ്യം 4. വർഷം തികയൽ വാജിബില്ല ഏതിൽ? ഉത്തരം ധാന്യത്തിലും കാരക്ക, മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല. ചോദ്യം 5. മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ഉത്തരം അവരുടെ രക്ഷിതാവ്. പഠന പ്രവർത്തനത്തിൻ്റെ 2ാം ഭാഗം വ്യക്തമാക്കാം. ചോദ്യം 1. സക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ. ഉത്തരം സ്വർണം, വെള്ളി, സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, കാരക്ക, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയാണ്. ചോദ്യം 2. സ്വർണത്തിൻ്റെ കണക്ക് എത്ര? 85 ഗ്രാം അഥവാ 20 മിസ്കാൽ. ഇതിൽ 2.5% സക്കാത്ത് നൽകണം. ചോദ്യം 3. നോട്ടിൻ്റെ കണക്ക്. നോട്ട് മുതലായവയുടെ നിസാബ് നിശ്ചിത കണക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വിലയാണ്.
ഇവയിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. ചോദ്യം 4. നെല്ലിൻ്റെ കണക്ക്. ഉത്തരം: നെല്ല് പോലെയുള്ളവ 10 ഔസക്ക് ഉണ്ടായിരിക്കണം. ഇവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20-ൽ 1 അല്ലെങ്കിൽ 10-ൽ 1 സക്കാത്തായി കൊടുക്കണം. ചോദ്യം 5. 2.5% സക്കാത്ത് കൊടുക്കേണ്ടവ ഏവ? വ്യക്തമാക്കാം. ഉത്തരം: സ്വർണം, വെള്ളി, നോട്ട് എന്നിവകളിൽ. കച്ചവടത്തിലും 2.5% നൽകേണ്ടത്. ചോദ്യം 6. സക്കാത്ത് വാജിബാകാനുള്ള ഷർത്തുകൾ. ഉത്തരം: ധാന്യം, പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും 1 വർഷം പൂർത്തിയാവലും സക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ്. എന്നാൽ ധാന്യത്തിലും കാരക്ക, മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല. പഠന പ്രവർത്തനത്തിൻ്റെ 3-ാം ഭാഗം ചോദിച്ചു പഠിക്കാം. 1. ഉപയോഗിക്കൽ ഹലാലായ ആഭരണം. നമുക്ക് ചോദിച്ച് പഠിക്കാം. ഏതാണ് ഉപയോഗിക്കൽ ഹലാലായ ആഭരണം? നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നവ ഉപയോഗിക്കൽ ഹലാലായ ആഭരണമാണ്. ഉപയോഗിക്കുന്ന ഹലാലായ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 2. മാട് എന്നതിൽ ഏതെല്ലാം ഉൾപ്പെടും? പശു, പോത്ത് പോലെയുള്ളവയെല്ലാം മാട് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. പഠന പ്രവർത്തനത്തിൻ്റെ 4-ാം ഭാഗം 1 ഗ്രാം വെള്ളിക്ക് 5 രൂപ വിലയാണെങ്കിൽ സക്കാത്ത് വാജിബാകാൻ എത്ര രൂപ വേണം? 595 × 5 = 2975 എന്നിങ്ങനെയുള്ള കണക്ക് നമ്മൾ കൂട്ടി നമ്മൾ ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. പാഠഭാഗത്തിലെ പഠന പ്രവർത്തനത്തിൻ്റെ 5-ാം ഭാഗം പാഠത്തിലെ ചില പദങ്ങൾ ഭംഗിയായി എഴുതാം. ഒരുപാട് ഒറ്റ പദങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ എടുത്ത് വൃത്തിയായി നമ്മൾ എഴുതുക. എന്തിനാണ് വൃത്തിയായി എഴുതുന്നത്? നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി, നല്ല നീറ്റാകാൻ വേണ്ടി, നമ്മുടെ എഴുത്തുകളൊക്കെ വൃത്തിയാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ എഴുതി ശീലിക്കേണ്ടത്.